നാടാകെ നെല്ല് അടിക്കണക്കായി. ഇനിയും ചെറുകൊതുമ്പ്, കൊതുമ്പ്, കതിര്, പൂ പൊഴിച്ചൽ എല്ലാം എളുപ്പമാണ്. 40 ദിവസം മതി കൊയ്ത്തിന്. അതിനു മുമ്പ് കുട്ടികൾ വന്നേ മതിയുള്ളൂ. ഇന്നിപ്പോൾ വരാമെന്ന് ആരും പറയുന്നില്ല. കുഞ്ഞുലക്ഷ്മിയമ്മ അടുക്കളയിൽ അരി വയ്ക്കുന്നവളെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്ത് അച്ഛാ, എൻ്റെ പൊന്നുമ്മ എന്ന് വിളിച്ചുകൊണ്ട് കരച്ചിലും അച്ഛൻ്റെ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ ശബ്ദവും കേൾക്കായി. മാലതി വന്നിട്ടുണ്ട്. അവളുടെ ശബ്ദമാണത്. അവൾ നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത്. എന്നും അങ്ങനെയാണ് താനും. കുഞ്ഞുലക്ഷ്മി അമ്മ അവിടേക്ക് ഓടിച്ചെന്നു. ചാരു കസേരയിൽ ശിവരാമപിള്ള ഇരിക്കുന്നുണ്ട്. നിലത്ത് മുട്ടുകുത്തി അച്ഛൻ്റെ മടിയിൽ മുഖം വച്ച് എൻ്റെ അച്ഛ എന്ന് വിളിച്ച് ഏങ്ങലടിച്ച് കരയുന്ന മകളുടെ പുറം തലോടിക്കൊണ്ട്, കരയാതെ മോളെ, അച്ഛനൊന്നുമില്ല എന്ന് പറഞ്ഞ് ശിവരാമപിള്ള ആശ്വസിപ്പിക്കുന്നു. ശിവരാമപിള്ളയുടെ കുണ്ടിൽ വീണ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ട്. അത് ഉള്ളിൽ കൊള്ളുന്ന ഒരു കാഴ്ചയായിരുന്നു. കുഞ്ഞുലക്ഷ്മി അമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ശിവരാമപിള്ള തല താഴ്ത്തി മകളുടെ തലയിൽ അമർത്തി വച്ചുകൊണ്ട് പറഞ്ഞു, കരയാതെ മോളെ, അച്ഛന് ഒരു സുഖക്കേടുമില്ല. അച്ഛൻ്റെ മോള് കരയാതെ. മകളുടെ ശിരസ് അച്ഛൻ പിടിച്ചു പൊക്കി. മാലതി പൊട്ടിക്കരഞ്ഞു. വേണ്ട, അച്ഛനൊന്നും പറയണ്ട. അച്ഛന് വയ്യാതായി. അച്ഛൻ പറയുന്നതാ എനിക്ക് സങ്കടം. മാലതി അങ്ങനെയൊക്കെയാണ്. അവൾ അപ്പടി സ്നേഹമാണ്. ചുമ്മാതങ്ങ് പറയും. അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. എഴുന്നേറ്റ് നിന്ന മാലതിക്ക് അച്ഛനും എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ ഒന്ന് കാണണം. അവൾ ശിവരാമപിള്ളയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശിവരാമപിള്ള നിന്നു. ആശ്വാസമായോ മോളെ? ദേ, അച്ഛന് കൂനില്ല, ഞെളിവില്ല. അച്ഛൻ നേരെ നിൽക്കുന്നു. കണ്ണീരിനിടയിലും മാലതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ഒരു ചെറുചിരിയും മുഖത്ത് കളിയാടി. കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ കൊഞ്ചി. അച്ഛൻ ശകലം നടക്കണം. അപ്പോൾ കുഞ്ഞുലക്ഷ്മി അമ്മ ഇടപെട്ടു. അച്ഛൻ്റെ കാലിടറും. കാലിന് ബലക്കുറവാ. ചിലപ്പോൾ അറിയാതെ വീണുപോകും. കാലുകൾ തേ നിന്നപ്പോൾ വിറയ്ക്കുന്നത് കണ്ടോ? അവൾ കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിച്ചു. ഇല്ല, അച്ഛൻ വീഴത്തില്ല. അച്ഛൻ്റെ കാലിന് ബലക്കുറവൊന്നുമില്ല. വീഴുന്നെങ്കിൽ ഞാൻ പിടിച്ചോളാം. 5-6 ചുവട് വച്ചാൽ മതി. എൻ്റെ അച്ഛൻ നടക്കുന്നത് എനിക്കൊന്ന് കാണണം. കുഞ്ഞുലക്ഷ്മി അമ്മ അടുത്തു ചെന്നു. ശിവരാമപിള്ള ചോദിച്ചു, നീ എന്തിനാ അടുത്തു വരുന്നത്? ഞാൻ വീണാൽ നിനക്ക് എന്നെ പിടിക്കാൻ ഒക്കുമോ? ഞാൻ പിടിച്ചോളാം അച്ഛാ. ശിവരാമപിള്ള പൊട്ടിച്ചിരിച്ചു. എത്ര വർഷങ്ങൾ കൂടിയാണ് അങ്ങനെ ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നത്? വർഷങ്ങൾക്ക് പിന്നിലേക്ക് കുഞ്ഞുലക്ഷ്മി അമ്മ എടുത്തെറിയപ്പെട്ടു. ശിവരാമപിള്ള പറഞ്ഞു, എൻ്റെ മോളെ കൊള്ളാം. ഓരോ ചുവട് എടുത്തു വയ്ക്കുന്നതിനിടയിൽ ശിവരാമപിള്ള പറഞ്ഞു, അച്ഛൻ വീഴരുത്. വീഴാതെ സൂക്ഷിക്കണം. അതെ, ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പം വീണ് അസ്ഥിക്ക് ഒരിടിവോ പൊട്ടോ പറ്റിയാൽ പിന്നെ കഴിഞ്ഞു. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിങ്ങൾക്ക് വരാതിരിക്കാനാ അച്ഛൻ നേരത്തെ കരുതിയിരിപ്പായത്. എന്നിട്ട് മകളെ നോക്കി ഒന്നുകൂടി പൊട്ടിച്ചിരിച്ചു. മാലതിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചു. അപ്പോൾ ശിവരാമപിള്ളയുടെ കാല് ഒന്ന് പ്രാഞ്ചി. പക്ഷേ വീണില്ല. വീണ്ടും കസേരയിൽ ചെന്നിരുന്നിട്ട് ശിവരാമപിള്ള പറഞ്ഞു, മോള് പോയി വല്ലതും കഴിച്ചിട്ട് വാ. അച്ഛന് ഒരു കപ്പ് കാപ്പിയും കൊണ്ടുവാ. ആ കണ്ണു വിടർത്തി ദൂരെ നോക്കിയുള്ള ബുദ്ധിഭ്രമം പിടിപെട്ട ആളിൻ്റെ നോട്ടം അന്നില്ലായിരുന്നു. അന്ന് ശിവരാമപിള്ള കുളിച്ചു. മകളുമൊത്ത് ഒരു പാത്രത്തിൽ നിന്ന് ഊണ് കഴിച്ചു. പതിവുറക്കമുറങ്ങി. ഉണർന്നപ്പോൾ മകളെ വിളിച്ച് അടുത്തിരുത്തി ബാങ്കിലിട്ടിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് പറയാൻ തുടങ്ങി. നിനക്കാണ് കൂടുതൽ ഇക്കൊല്ലത്തെ വിളവെടുപ്പ് കഴിയുമ്പോൾ. ശിവരാമപിള്ള പറഞ്ഞു തീരുന്നതിന് മുമ്പ് മാലതി കടന്നു പറഞ്ഞു, ദാ, ഈ അച്ഛന് നിലത്തിൻ്റെയും പുരയിടത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യമേ പറയാനുള്ളൂ. അച്ഛൻ വേറെ വല്ല കാര്യവും പറ. അടുത്തിരിക്കുന്ന മകളുടെ പുറം തലോടിക്കൊണ്ട് ശിവരാമപിള്ള പറഞ്ഞു, വേണ്ട വേണ്ട, പിണങ്ങണ്ട. അച്ഛൻ കണ്ടത്തിൻ്റെ കാര്യവും പുരയിടത്തിൻ്റെ കാര്യവും പണത്തിൻ്റെ കാര്യവും മിണ്ടുന്നേയില്ല. മാലതിയുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ശിവരാമപിള്ള പറഞ്ഞു, എൻ്റെ മോള് പിണങ്ങണ്ട. അന്ന് വടിയും കുത്തിപ്പിടിച്ച് മകളുടെ കൂടെ വേച്ച് വേച്ച് ശിവരാമപിള്ള പറമ്പിലേക്കിറങ്ങി. വലിയ വരിക്കപ്ലാവിൻ്റെ ചുവട്ടിൽ ചെന്നു നിന്നപ്പോൾ മാലതി ചോദിച്ചു, അയ്യോ അച്ഛാ, ഈ പ്ലാവ് കൊല്ലം കായ്ച്ചില്ലേ? ഇല്ല മോളെ. അതെന്താ? കണ്ടില്ലയോ, പ്ലാവ് ക്ഷയിച്ച് അച്ഛനെ പോലെയായി. എലച്ചില് കുറവ്, പുതിയ നാമ്പുമില്ല, അതായിരിക്കും. അടുത്ത് നിൽക്കുന്ന ചെറിയ പ്ലാവും കായ്ച്ചില്ല. അങ്ങ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുന്ന പ്ലാവിൽ 4-5 ചക്കയുണ്ട്. മാലതി ചോദിച്ചു, നമ്മുടെ കോലാച്ചെടി മാവ് പൂത്തോ അച്ഛ? ശിവരാമപിള്ള ഒന്നോർത്തിട്ട് പറഞ്ഞു, ആ, കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. സമൃദ്ധമായി കായ്ക്കുന്ന ശീമച്ചക്ക പ്ലാവിൻ്റെ കൊമ്പുകൾ ഉണങ്ങി നിൽക്കുന്നു. അയ്യോ അച്ഛ, നമ്മുടെ ശീമപ്ലാവ് ഉണങ്ങുകയാണോ? അതിനെന്തോ തകരാറ് പറ്റിയിരിക്കുകയാ. എന്നിട്ട് ശിവരാമപിള്ള തുടർന്നു, ശീമപ്ലാവ് അങ്ങനെ ഒരുപാട് നാൾ നിൽക്കുകയില്ല. കുറേ നാൾ ചെല്ലുമ്പോൾ പട്ടുപോകും. മാലതി പഴയ കാലം ഓർത്തു. അച്ഛൻ ചക്കയും മാങ്ങയും കപ്ലാഞ്ചക്കയും വിറ്റ് എത്ര രൂപയാ വാങ്ങിയിരുന്നത്? ആ, അതെല്ലാം മോൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുഴുവൻ നോക്കിയിട്ട് മാലതി പറഞ്ഞു,
അച്ഛാ, നമ്മുടെ പറമ്പ് മുമ്പൊക്കെ വലിയ ഇരുട്ടായിരുന്നു. എല്ലായിടത്തും തണൽ. വെയിൽ കൊള്ളുകയില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഇപ്പോ വെളുത്തുപോയി. അപ്പോൾ ശിവരാമപിള്ളയ്ക്ക് മറ്റൊരു കാര്യമാണ് മകളോട് പറയാനുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് തരം പക്ഷികൾ ചേക്കേറാറുണ്ടായിരുന്നു. മുണ്ടിയും കണ്ണാരയും ഞാരയും പ്രാവുമെല്ലാം. മോൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടുണ്ട്. സന്ധ്യക്ക് പക്ഷികളുടെ വലിയ ശബ്ദമായിരുന്നു. ഇപ്പം മോളെ, ഒരു പക്ഷിയും ഇവിടെ ചേക്കേറുന്നില്ല. കുറച്ചു നാളായി അനക്കമേയില്ല. കാക്ക പോലുമില്ല. എന്താ അച്ഛാ അത്? മോള് പറഞ്ഞില്ലേ വെളുത്തുപോയെന്ന്. അതുകൊണ്ടായിരിക്കും. പറമ്പാകെ അച്ഛനും മകളും ചുറ്റിക്കറങ്ങുന്നത് അമ്മ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അച്ഛൻ്റെ കാലുകൾക്ക് ബലക്കുറവുണ്ടെന്നേയുള്ളൂ. അല്പമായ അസ്വാധീനം തോന്നിയിരിപ്പായി. പിന്നീടും കാലിന് ബലക്ഷയമായി. അന്നേ നടന്നിരുന്നെങ്കിൽ ഇന്നും നടക്കാമായിരുന്നു. ഇങ്ങനെ ഇരുന്നിരുന്ന് ബുദ്ധിയുടെയും ശക്തി ക്ഷയിക്കാൻ തുടങ്ങിയിരിക്കും. കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് പുതിയ ഒരു നീറ്റലാണ് അനുഭവിക്കേണ്ടി വന്നത്. അവർ ചെയ്യേണ്ടത് ചെയ്തില്ല. വാർദ്ധക്യത്തിന്റെ പേരിൽ അല്പമായ അരുതായ്മയ്ക്ക് വഴങ്ങി. അന്ന് ശക്തിയും ഊർജവും പകരേണ്ടത് തൻ്റെ കടമയായിരുന്നുവെന്ന് കുഞ്ഞുലക്ഷ്മി അമ്മ വ്യാകുലപ്പെട്ടു. അങ്ങനെയും ഒരു കടമ ഭാര്യയ്ക്കുണ്ട്. അത് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി താൻ തന്നെയാണെന്ന തോന്നൽ മനസ്സിലെ ഒരു പുതിയ നീറ്റലായിരുന്നു. മാലതി എഴുതിയത് ശരിയാണ്. 2-3 ദിവസം കൊണ്ട് എന്തു മാറ്റമാണ് ശിവരാമപിള്ളയ്ക്ക് വന്നത്. ഒത്തിയൊത്തി അടുക്കളയിലെത്തി. മാലതി ഉത്സാഹം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ അച്ഛൻ അടുക്കളയിൽ വന്നേ, കൈകൊട്ടിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. ശിവരാമപിള്ളയും ചിരിച്ചുപോയി. കുഞ്ഞുലക്ഷ്മി അമ്മയുടെ മുഖം വിരിഞ്ഞു. മോള് വന്നപ്പോൾ അച്ഛൻ അടുക്കളയിലും വന്നു. ഇപ്പോൾ ആ തുറിച്ച ദൂരത്തേക്കുള്ള നോട്ടമില്ല. നാഴികയ്ക്ക് 40 പ്രാവശ്യം അച്ഛൻ്റെ അടുത്തേക്ക് അവൾ ഓടിയെത്തും. ചിലപ്പോൾ ദൂരെ നിന്ന് അച്ഛ എന്ന് വിളിക്കും. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് ഓർത്ത് അതിനെ അങ്ങനെ ലയിച്ചിരിക്കും. മക്കൾക്ക് അത് കഴിയും. അച്ഛൻ്റെ മനസ്സിനെ ലാഘവമുള്ളതാക്കാൻ. ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളെ പോലെ നോക്കാൻ ഒക്കുമോ? മക്കൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഈ അരുതായ്മയ്ക്ക് ഉണ്ടാകില്ലായിരുന്നു. യൗവനത്തിൽ ഭാര്യയ്ക്ക് ഉന്മേഷവും കരുത്തും നൽകാൻ കഴിയും. വാർദ്ധക്യത്തിൽ അത് മക്കൾക്കും കൊച്ചുമക്കൾക്കുമാണ് കഴിയുക. മാലതി മടങ്ങിപ്പോയി. അധിക ദിവസം താമസിക്കാൻ വയ്യ. തനിച്ചാണ് പോകുന്നത്. ശിവരാമപിള്ളയ്ക്ക് ആധി അതായി. കണ്ണും ദൂരെ നട്ട് ഓർത്തിരുന്നത് അതാണ്. ഇപ്പോൾ ഇരിപ്പും കിടപ്പും മാത്രമാണ്. മക്കളെല്ലാവരും കൂടി വിളവെടുപ്പിന് മുമ്പ് വരും. കുറേ ദിവസം താമസിക്കും. അച്ഛനെ പഴയതുപോലെ ആക്കി തീർക്കാമെന്നാണ് മാലതി പറഞ്ഞു പോയത്. കുറച്ചുനാൾ കൂടി കഴിയണം.